Good morning. Once again, welcome back to social science class. And last class we have discussed the post-World War period. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ലോകത്തിൻ്റെ ഉണ്ടായ ചില മാറ്റങ്ങൾ അല്ലേ. And the USA and USSR became the two powers, especially capitalist bloc and socialist bloc and so on അല്ലേ. അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായ ചില സമരങ്ങൾ അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ വാർ. After that, the formation of the non-aligned movement under the leadership of Jawaharlal Nehru, Marshal Tito, Gamal Abdel Nasser, Ahmad Sukarno അല്ലേ, ഇങ്ങനെയുള്ള ലീഡേഴ്സിൻ്റെ നേതൃത്വത്തിൽ the formation of non-aligned movement, and they decided not to join any of the bloc that is under leadership of USA and USSR and so on. Today ആ ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള ബൈപോളാർ സിസ്റ്റം എന്ന് വെച്ചാൽ രണ്ട് ശക്തികളുടെ ആ ഒരു കാലഘട്ടം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് Soviet Union lost its power and the disintegration of Soviet Union. Soviet Union is one of the significant events in the last decade of the 20th century. And Soviet Union തകർന്നു because of the lot of reasons. We know that the Soviet Union was the socialist bloc അല്ലേ. സോവിയറ്റ് യൂണിയൻ ഒരു സോഷ്യലിസ്റ്റ് ബ്ലോക്കായിരുന്നു. ആ സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ബിക്കോസ് ഓഫ് ദി വേരിയസ് റീസൺസ് ദി സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റഡ് അല്ലേ, തകർന്നു പോവുകയാണ്. These are some of the reasons for the disintegration of Soviet Union. The administrative measures of Mikhail Gorbachev. Gorbachev was the last president of this Soviet Union, and his administrative measures, especially glasnost and perestroika. Glasnost എന്ന് പറയുന്ന പെരിസ്ട്രോയിക്ക എന്ന് പറയുന്ന പുതിയ ചില അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, ചില ഭരണ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചില പോളിസികൾ എന്തൊക്കെയായിരുന്നു? ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക were Mikhail Gorbachev two administrative reforms in Soviet Union. Glasnost was to implement openness in political process. Glasnost was a policy and which means implement openness in political processes. Political processനൊക്കെ ഒരു തുറന്ന സമീപനം. And accordingly regulation on media and civil rights was taken off. അതിൻ്റെ ഭാഗമായിട്ട് ഈ മീഡിയയുടെ റെഗുലേഷനും അതുപോലെ സിവിൽ റൈറ്റ് ഒക്കെ എന്തായി ടേക്കൺ ഓഫ്. ആൻഡ് പെരിസ്ട്രോയിക്ക വാസ് ഇംപ്ലിമെൻറ്റഡ് ടു റീസ്ട്രക്ചർ ദി ഇക്കണോമിക് സിസ്റ്റം ഓഫ് സോവിയറ്റ് യൂണിയൻ. പെരിസ്ട്രോയിക്ക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക കാര്യങ്ങൾ അല്ലെങ്കിൽ സമ്പദ്ഘടന ഒന്ന് സ്ട്രക്ചർ ചെയ്യാനുള്ള സംവിധാനമായിരുന്നു പെരിസ്ട്രോയിക്ക. ആൻഡ് ദീസ് ടു പോളിസീസ് ഓർ മെഷേഴ്സ് ബൈ Gorbachev, one of the reasons for the disintegration of USSR and the deviation from the basic principles of socialism. Socialismത്തിന് ചില ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലേ. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ആണ്, അല്ലെങ്കിൽ എല്ലാം ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. അവിടെ ഈ ക്യാപിറ്റലിസ്റ്റുകൾക്ക് എന്തില്ല, ഒരു സ്ഥാനവും ഇല്ല. അപ്പോൾ അവരുടെ ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾസിൽ നിന്ന് വ്യതിചരിച്ച് ഡീവിയേഷൻ ഫ്രം ദി ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം. കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ദി ബ്യൂറോക്രസി അല്ലേ. ബ്യൂറോക്രസി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ബ്യൂറോക്രസി ഉദ്യോഗസ്ഥന്മാർ, ബ്യൂറോക്രാറ്റ്സ് അല്ലേ. ഉദ്യോഗസ്ഥന്മാരുടെ കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി അല്ലേ, അവരുടെ കഴിവില്ലായ്മയും അവരുടെ ഈ പറയുന്ന അഴിമതിയുമൊക്കെ വൺ ഓഫ് ദി റീസൺ. ആൻഡ് ഫെയിലിയർ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദി ഇക്കണോമിക് സെക്ടർ. എക്കണോമിക് സെക്ടറിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലുള്ള പരാജയം. ഇങ്ങനെ ബിക്കോസ് ഓഫ് ദി നമ്പർ ഓഫ് റീസൺസ് സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റഡ്. അവിടെ സംഭവിച്ചത് എന്തായിരുന്നു?
With the resignation of Gorbachev as president in 1991, Soviet Union formally ceased to exist. Naturally, this ended Cold War. സ്വാഭാവികമായിട്ട് USSRന് ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കുമ്പോൾ നാച്ചുറലി എന്താവും, കോൾഡ് വാർ അവിടെ എൻഡാവും. കാരണം കോൾഡ് വാർ ഇൻ ബിറ്റ്വീൻ USA ആൻഡ് USSR നമുക്കറിയാം അല്ലേ. കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ അസന് ഐഡിയോളജിക്കൽ വാർ അല്ലേ, ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് അല്ലേ, ഒരു ആശയപരമായ കോൺഫ്ലിക്റ്റ് ആയിരുന്നു ആരൊക്കെ തമ്മിലുള്ള ഈ പറയുന്ന ഈ USA-യും USSR-ഉം, അതായത് ക്യാപിറ്റലിസ്റ്റ് രാജ്യവും അതുപോലെ ഈ പിന്നെ സോഷ്യലിസ്റ്റ് ബ്ലോക്കും തമ്മിലുള്ള. And the disintegrated Soviet Union had a wide impact on international relations. A unipolar world has emerged under the leadership of USA in the place of bipolar system or bipolar one. After the disintegration of the USSR, Soviet Union, അതുവരെ നിലവിലുണ്ടായിരുന്ന സംഭവം എന്തായിരുന്നു, ഒരു ബൈപോളാർ സിസ്റ്റം ആയിരുന്നു. ബൈപോളർ പവർ ആയിരുന്നു ലോകത്തുണ്ടായിരുന്നത്. എന്താ ബൈപോളാർ? ദി പവേഴ്സ് ടു ദി റൈസ് ഓഫ് ടു പവേഴ്സ്, ദാറ്റ്സ് USA ആൻഡ് USSR. പക്ഷേ ആഫ്റ്റർ ദി ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് USSR എന്താ സംഭവിക്കുന്നത്, ഈ പറയുന്ന അമേരിക്ക എന്ന് പറയുന്ന ഒരു യൂണിപോളാർ സിസ്റ്റത്തിലേക്ക് വരുന്നു. ഏതിന് പകരം? ഈ ബൈപോളാർ സിസ്റ്റത്തിന് പകരം. യൂണിപോളാർ വേൾഡ് ഹാസ് എമേർജ്ഡ്, എ യൂണിപോളാർ സിസ്റ്റം വാസ് എമേർജ്ഡ്, യൂണിപോളാർ അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് USA അല്ലേ. അങ്ങനെ ഒരു ഒറ്റ രാജ്യത്തിൻ്റെ ആ ഒരു മേധാവിത്വത്തിലേക്ക് വരുന്നു ആഫ്റ്റർ ദി ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് USSR. And America became the world power. America became the world power or global power. And number of strategies were adopted by America to establish their dominance in the world. They implemented number of strategies, number of policies for what? To establish their dominance in the world. Some of their strategies were utilizing international agencies. America provided financial and military aids to countries of the world. അല്ലേ, ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്ക് പലതരത്തിലുള്ള മിലിറ്ററി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സപ്പോർട്ടുകൾ അമേരിക്ക നൽകാൻ തുടങ്ങി. എക്സ്റ്റെൻഡഡ് മിലിറ്ററി അലയൻസസ്, അമേരിക്കയുടെ മിലിറ്ററി അലയൻസ് എക്സ്റ്റെൻഡ് ചെയ്തു. മീഡിയ വർ യൂസ് ടു പ്രൊമോട്ട് അമേരിക്കാസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. To promote America's vested interests, America used this medias അല്ലേ. അമേരിക്ക മീഡിയകളെ ഉപയോഗിച്ച് അമേരിക്കയുടെ ഈ പറയുന്ന വ്യക്തി താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഇച്ഛകൾ നടപ്പാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. ആൻഡ് after that, America's this imperialist policy paved the way for the Gulf Wars, and we know that the Iraq Kuwait war, Saddam Hussein എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ. അമേരിക്ക യൂട്ടിലൈസ്ഡ് their military facilities and technological progress in these Arab wars. And but against this, the number of movements have taken roads in different parts of the world to protest against the supremacy of America. അമേരിക്ക ഒരു ഇന്നത്തെ പോലെ അല്ലേ ഒരു ലോകത്തിലെ ഒരു നമ്പർ 1 പവർ ആയിട്ട് മാറി ആഫ്റ്റർ ദി ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് USSR. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ഇമ്പീരിയലിസം എ ന്യൂ ഫോം ഓഫ് ഇമ്പീരിയലിസം വാസ് എമേർജ്ഡ്. ദാറ്റ്സ് ഓൾസോ കോൾഡ് നിയോ ഇമ്പീരിയലിസം. എന്താണ് ഇമ്പീരിയലിസം? ഇമ്പീരിയലിസം കൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കിയത്? The financial flow of the financial capital flow from the colonialists to the colonies. അതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഈ സാമ്രാജ്യ ശക്തികൾ അവരുടെ സമ്പത്ത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി? കോളനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. ദാറ്റ് ഇസ് വാട്ട്സ് കോൾഡ് ഇമ്പീരിയലിസം അല്ലേ. അനദർ വേർഷൻ ഓഫ് ഇമ്പീരിയലിസം വാസ് നിയോ ഇമ്പീരിയലിസം. എന്താണ് നിയോ ഇമ്പീരിയലിസം?
and it's a new kind of imperialism was emerged in the world war, after the world war. And multinational companies കുത്തക കമ്പനികൾ അല്ലേ, multinational companies which are registered in a country. എന്താണ് multinational company? Multinational companies registered in a country and functioning in many countries അല്ലേ. നമ്മളെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഹിന്ദുസ്ഥാൻ ലിവർ പ്രോഡക്ട്സ് അല്ലേ, അല്ലെങ്കിൽ ഈ പറയുന്ന കൊക്കോകോല, ഈ പിന്നെ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ ഈ മൾട്ടിനാഷണൽ കമ്പനി പ്രോഡക്റ്റ് അല്ലേ. ആൻഡ് വിച്ച് ആർ രജിസ്റ്റേർഡ്, ദീസ് കമ്പനീസ് രജിസ്റ്റേർഡ് in a country and functioning in many countries began to interfere in the economic, social and cultural sectors of the latter for serving the interests of the capitalist countries. And this imperialism was known as neo-imperialism. ഒരു പുതിയ തരത്തിലുള്ള ഒരു സാമ്രാജ്യത്വമാണ് അല്ലേ നിയോ ഇമ്പീരിയലിസം. എന്താ ഇമ്പീരിയലിസം? മൾട്ടിനാഷണൽ കമ്പനികൾ വരുന്നു. ആ മൾട്ടിനാഷണൽ കമ്പനികൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്നു, അതിൻ്റെ ഫങ്ഷനിങ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ പല രാജ്യങ്ങളിലായിട്ട് നടത്തുന്നു അല്ലേ. ആ മൾട്ടിനാഷണൽ കമ്പനികൾ ഈ ഓരോ രാജ്യത്തെയും സാമ്പത്തിക, എസ്പെഷ്യലി തേർഡ് വേൾഡ് കൺട്രി, മൂന്നാല് ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക, സാംസ്കാരിക, പിന്നെ സാമൂഹിക കാര്യങ്ങളൊക്കെ കാര്യമായി അവരുടെ ഇടപെടാൻ തുടങ്ങി. ദിസ് ഇമ്പീരിയലിസം വാസ് നോൺ ആസ് നിയോ ഇമ്പീരിയലിസം. ദി മൾട്ടിനാഷണൽ കമ്പനീസ് കോമ്പീറ്റഡ് വിത്ത് വൺ അനദർ ടു കൺട്രോൾ ദി റിസോഴ്സസ് ആൻഡ് അസറ്റ്സ് ഓഫ് ദി തേർഡ് വേൾഡ് കൺട്രീസ് അല്ലേ. And they promoted consumerism in third world countries to sell their products അല്ലേ. By using advertisements and so on, they promoted consumerism അല്ലേ. ഓരോ ഈ മൂന്നാം ലോക രാജ്യങ്ങളൊക്കെ ഒരു അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള, മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി. ഡെവലപ്പിംഗ് nations were considered as the market for the multinational companies. In fact, the products of the developed nations started reaching even the villages of developing nations. Due to the pressure from multinational products and marketing strategies, the economy of many countries started to collapse അല്ലേ. ഈ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ വരവോട് കൂടിയിട്ട് ഈ ദുർബല രാജ്യങ്ങളുടെയൊക്കെ സാമ്പത്തിക അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ തന്നെ തകരാൻ കാരണമായി. ആസ് എ പാർട്ട് ഓഫ് ദിസ് നിയോ ഇമ്പീരിയലിസം, ന്യൂ എക്കണോമിക് പോളിസീസ് എന്താ പറയുക, രൂപപ്പെട്ട് വന്നു, പുതിയ സാമ്പത്തിക നയങ്ങൾ അല്ലേ. ആൻഡ് ദീസ് വർ ദി ന്യൂ എക്കണോമിക് പോളിസീസ്. What are the globalization, liberalization and privatization are the concepts of new imperialism. Globalization, liberalization and privatization. And here globalization poses some challenges to developing countries. And what's liberalization, what's privatization, and what is globalization? Liberalization means adoption of liberal regulations and taxation systems to facilitate the import of multinational products to domestic markets. The adoption of liberal regulations and taxation system to facilitate the import of multinational products to domestic market അല്ലേ. ഈ ആഭ്യന്തര മാർക്കറ്റുകളിലേക്ക് ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രോഡക്റ്റുകൾ ടാക്സ് റിബേറ്റുകളും അല്ലെങ്കിൽ ഒരുപാട് ഇളവുകൾ നൽകിക്കൊണ്ട് കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ വരുത്താനുള്ള ഒരു വൺ ഓഫ് ദി പോളിസി ദാറ്റ് വാസ് ലിബറലൈസേഷൻ. ദെൻ പ്രൈവറ്റൈസേഷൻ. Privatization means privatization of public sector undertakings in an attempt to promote private sector. To promote the private sector, the public sector undertakings began to privatize. That's one of the another policy as a part of this new economic policy, privatization. And the last one is globalization. അല്ലേ, ആഗോളവൽക്കരണം അല്ലേ. എന്താണ് ഗ്ലോബലൈസേഷൻ? Economic system of the country linked to global economy. A nation's economy linked to global economy.
the interest and motives of the multinational companies protected. The interest of the interest and motives of the multinational companies. അവിടെ സാധാരണ ജനങ്ങളുടെ അല്ലെങ്കിൽ ഇൻഡിജിനസ് പ്രോഡക്ട്സിൻ്റെ അല്ലെങ്കിൽ പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ ഒന്നും മോട്ടീവ്സിനോ ഇൻട്രസ്റ്റിനോ യാതൊരു വിലയുമില്ല. അവിടെ പ്രൊമോട്ട് ചെയ്തത് എന്തിനെയാണ്? മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ താല്പര്യങ്ങളും അതുപോലെ അവരുടെ മോട്ടീവ്സിനെയുമാണ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടത്. ആസ് എ പാർട്ട് ഓഫ് ഗ്ലോബലൈസേഷൻ, കോമ്പറ്റീഷൻ ഡ്രൈവൺ മാർക്കറ്റ് കെയിം ടു എക്സിസ്റ്റൻസ്. ട്രാൻസ് ബോർഡർ ഫ്ലോ ഓഫ് പ്രോഡക്ട്സ്, സർവീസസ്, raw materials, capital, latest technology and human resources facilitated. As a part of the globalization, all these were exchanged from one place to another, or from the third world countries to these imperialistic countries. The trans-border flow of products, services, raw materials, capital, latest technology and the human resources also, etc. were exchanged as a part of globalization. And these were, in short, these were the policies of this as a part of neo-imperialism. These the technical terms related to new economic policies were this liberalization, privatization and globalization. For the acceleration of these policies, the international organizations like World Bank, International Monetary Fund, World Trade Organization helped more and more. These organizations are devising and executing various policies in favor of globalization. Globalization opened up many opportunities and possibilities around the world. The transfer of goods, products and services beyond boundaries and the dissemination of information technology shaped the concept of a global village. However, the global poses some challenges to the developing countries also. As a part of globalization, the products, capital and human resources, human technologies, advanced technologies, so all these are exchanged. ബട്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഈ ഗ്ലോബലൈസേഷൻ ക്രിയേറ്റഡ് സം ചാലഞ്ചസ് ടു ദി ഡെവലപ്പിംഗ് കൺട്രീസ്. ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് ഈ ഗ്ലോബലൈസേഷൻ ഒരു വെല്ലുവിളിയായിട്ട് മാറി. ലൈക്ക് എങ്ങനെയൊക്കെയാണത് ചാലഞ്ചായിട്ട് മാറിയത്? ദി ഇൻ്റർവെൻഷൻ ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് ചാലഞ്ച് ദി കോൺസെപ്റ്റ് ഓഫ് നാഷൻ സ്റ്റേറ്റ്. ചാലഞ്ച് ദി നാഷൻ സ്റ്റേറ്റ്. ഒരു ദേശരാഷ്ട്രത്തിന് ഒരു വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാലഞ്ച് വാസ് ദിസ് മൾട്ടിനാഷണൽ ഇൻ ദി ഇൻ്റർവെൻഷൻ ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് ആൻഡ് ലെഡ് ടു ദി ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡിജിനസ് കൾച്ചർ. ലെഡ്സ് ടു ദി ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡിജിനസ് കൾച്ചർ. പരമ്പരാഗത സംസ്കാരത്തിന് വലിയ കോട്ടമുണ്ടായി, അല്ലെങ്കിൽ അതിൻ്റെ നാശത്തിലേക്ക് നയിച്ചു ഈ ദിസ് പോളിസി. ആൻഡ് പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ, ദിസ് ഗ്ലോബലൈസേഷൻ, പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് സപ്ലൈങ് അല്ലേ, അഗ്രികൾച്ചർ പ്രോഡക്ട്സിൻ്റെയൊക്കെ വില കുത്തനെ ഇടിഞ്ഞു. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് വർ ഡെസ്ട്രോയ്ഡ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് under the control of public sector എന്തായി മാറി? അതിൻ്റെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനൊക്കെ കാര്യമായ നാശമുണ്ടാകുന്നു. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് വർ ഡെസ്ട്രോയ്ഡ്. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പ്രൈവറ്റ് സെക്ടർ എന്തായി? അതിന് കൂടുതൽ പ്രൊമോഷൻ കിട്ടുന്നു, പബ്ലിക് സെക്ടറിൻ്റെ പ്രൊമോഷൻ നഷ്ടപ്പെടുന്നു. ഗവൺമെൻറ് വിഡ്രോ ഫ്രം സോഷ്യൽ സർവീസ് സെക്ടേഴ്സ്. ഗവൺമെൻറ് വിഡ്രോ, ഓൾ ദീസ് പ്രൈവറ്റൈസ്ഡ് അല്ലേ. അങ്ങനെ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് വിഡ്രോ ഫ്രം സോഷ്യൽ സർവീസസ് അല്ലേ. അത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള സോഷ്യൽ സർവീസിൽ നിന്നൊക്കെ ഗവൺമെൻറ്റിൻ്റെ പതുക്കെയുള്ള മാറ്റം പ്രകടമാകുന്നു. നാച്ചുറൽ റിസോഴ്സസ് വർ ലൂട്ടഡ് അല്ലേ. പ്രൈവറ്റ് സെക്ടറിൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എയിം ഈസ് ടു ഇൻക്രീസ് ദെയർ പ്രോഫിറ്റ്. നമുക്കറിയാം പ്രൈവറ്റ് സെക്ടറിൻ്റെ. while on the other hand public sector എന്ന് പറഞ്ഞാൽ വെൽഫെയർ ഓഫ് ദി പീപ്പിൾ. ഇവിടെ സംഭവിച്ച ആസ് എ പാർട്ട് ഓഫ് ഗ്ലോബലൈസേഷൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് were destroyed, while on the other hand private sector was promoted. As a part of this, government withdrew from the social service sector and natural resources were looted. So far we have discussed how various incidents and events during the 20th century in different parts of the world influenced the history of the world.
like capitalism, imperialism, world wars, world blocks, and the causes of the world wars, the results or impacts or aftermaths of the two world wars, and after the world wars, what happened in the world, like the formation of non-aligned movement, and the emergence of bipolar system, that is the two blocks, socialist and capitalist bloc, under the leadership of USSR and USA, and after that in the disintegration of USSR. After the disintegration of USSR, America became the single power, and the unipolar system was emerged under the leadership of America. And America implemented number of policy strategies to create their dominance in the world, and as a part of this, neo-imperialism was emerged. Neo-imperialism, which means the emergence of the multinational companies and their products, and as a part of this, new economic policies were emerged. That's globalization, privatization, and another one is liberalization, privatization, and globalization. And because of this globalization, the globalization became a challenge to the third world countries because of the various reasons, like we already discussed. And this chapter. Okay, I think you are thorough with this chapter. If you have any doubts, you can ask me. Thank you.